ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊരു 10th സ്റ്റാൻഡേർഡ് അതുപോലെ 8th 10th ഹൈസ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ബേസിക്സ് അറിയിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ 10th ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഇതിനെ കുറിച്ചിട്ടുള്ളൊരു അറിവാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് കോൺസെപ്റ്റ്. അപ്പോൾ 8th സ്റ്റാൻഡേർഡ് മുതലേ നമ്മളിത് പഠിക്കുന്നതാണ്. പക്ഷേ 10th എത്തിക്കുന്ന മെയിനായിട്ട് ഇത് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഐഡിയ വേണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതിനുശേഷം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മറക്കാതെ ചെയ്യേണ്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന പുതുപുത്തൻ വീഡിയോസ്, അതായത് ഓൺലൈൻ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഉടൻ തന്നെ എല്ലാ ക്ലാസ്സസിൻ്റെയും ഹയർ ലെവലായിട്ടുള്ള ക്ലാസ്സസ് പോലും സയൻസിൻ്റെ റിലേറ്റഡ് നമ്മളിതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ കറക്റ്റ്ലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് കോൺസെപ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് മോൾസിന് രണ്ട് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, രണ്ടല്ല അതിൽ കൂടുതലും ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് രീതിയിലുള്ള ടോപ്പിക്സാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു മാസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം, ഹൗ ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇഫ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് ഗിവൻ. അങ്ങനെയുള്ള കേസ്, ഇൻ ദാറ്റ് കേസസ് വി ക്യാൻ കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ആസ് നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഈസ് എൻ. അതാണ് ഇവിടെ എൻ എന്ന് കൊടുത്തിട്ടുള്ളത്. സ്മോൾ എൻ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ്. ഗിവൺ മാസ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ എം ഡിവൈഡഡ് ബൈ മോളാർ മാസ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ എം. അപ്പോൾ മോളാർ മാസ് എന്തായാലും നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. ഇപ്പം ഹൈഡ്രജൻ്റെ കേസിൽ ഹൈഡ്രജൻ മോളിക്യൂൾ ആണെങ്കിൽ അതിൻ്റെ മോളാർ മാസ് എത്രയാണ്? H2. ഇപ്പോൾ ഹൈഡ്രജൻ എക്സാമ്പിൾ എടുക്കുന്നത്, സിമ്പിളായിട്ട് എടുക്കുന്നത്. H2 ആണെങ്കിൽ അതിൻ്റെ മോളാർ മാസ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 2. അത് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോളാർ മാസിൻ്റെ ഗ്രാം പെർ മോൾ. അപ്പം ഫോർ എക്സാമ്പിൾ പറയുന്നത് ഗിവൺ മാസ് ഇപ്പോൾ തന്നിരിക്കുന്നത് 4 ഗ്രാം ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ട് എന്ന് പറയുന്നത്. അതായത് 4 ഗ്രാം ഹൈഡ്രജൻ മോളിക്യൂൾ എത്ര മോൾസ് ആണ്? അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? തന്നത് 4 ആണ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു തന്നത് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ദാറ്റ് ഈസ് 2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇത്രയാണ് മോൾസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ, അതായത് നമ്പർ ഓഫ് മോൾസ് ഇൻ ടേംസ് ഓഫ് ഗിവൺ മാസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാൽക്കുലേഷൻ വരുന്നത്. മോളാർ മാസ് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് അറിയുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഗിവൺ, how to calculate number of moles, then you can use this equation, that is number of moles is equal to given number of particles divided by Avogadro number, capital N by Na. അതിൽ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് ഏതൊരു കുട്ടി 8th ക്ലാസ്സിലെത്തിയ ഏതൊരു കുട്ടി കറക്റ്റായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. 6.02 × 10⁻23. അപ്പോൾ നോർമലി ഒരു മോൾ എന്ന് പറയുന്നത് അതിൽ ഇത്രയും പാർട്ടിക്കിൾസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത് സ്മോൾ എൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ബൈ ക്യാപിറ്റൽ എൻ എ. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ തന്നെ എടുക്കുകയാണെങ്കിൽ H2 മോളിക്യൂളിൻ്റെ കേസിൽ തന്ന പാർട്ടിക്കിൾസ് എത്രയാണ്? ഒരു 8 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? N ഈസ് ഈക്വൽ ടു 8 × 10⁻23 ഡിവൈഡഡ് ബൈ 6.02 നോട്ട് ഉണ്ട്, ഇവിടെ പോയിന്റ് ഉണ്ട്, ഇൻറ്റു 10⁻23. അപ്പോൾ ഇതും ക്യാൻസലായി പോകും. 8/6.02 എന്ന് പറയുന്നത് ഏകദേശം 1.something. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1.something ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്, നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കേസിൽ നമ്മൾ സബ്സ്റ്റൻസിൻ്റെ മാസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ, ഹൗ ടു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ്. ആൻഡ് ദ സെക്കൻഡ് കേസ്, ഇഫ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് നോൺ, വി ഹാവ് ടു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഇൻ ദിസ് വേ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് എടുക്കുന്നതായിരിക്കും, നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കിട്ടും. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓളൊന്നും കൂടി കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ ഓൾറെഡി എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഓരോ വീഡിയോ നമുക്കിപ്പോൾ ഓരോരുത്തർക്കായിട്ട് അയച്ചിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.